ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഉപേന്ദ്രൻ രാഘവേട്ടനോട് പറയുക, വലിഞ്ഞു കയറി വന്നിട്ട് നീ ഭരിക്കാൻ വരുന്നോടാ എന്നും പറഞ്ഞ് രാഘവേട്ടനെ അടിച്ച് നിലത്തിട്ട് ചവിട്ടുവാണ്. അത് കണ്ടോണ്ട് നോക്കി നിൽക്കുന്ന രോഹിത്തിനോട് ശ്യാമ പറയുക, രോഹിത്തെ ഒന്ന് വാ, രോഹിത്തെ ഒന്ന് പിടിച്ചു മാറ്റ്. പെട്ടെന്ന് രോഹിത്ത് പിടിച്ചു മാറ്റാനായിട്ട് വരുമ്പോൾ ഉപേന്ദ്രൻ രോഹിത്തിനെ വഴക്ക് പറയുവാണ്. നീ എന്റെ ചെലവിൽ കഴിയുന്നവനാ, നീ ഞാൻ പറയുന്നതേ കേൾക്കാൻ പറ്റത്തുള്ളൂ, നിക്കടാ അവിടെ എന്ന് പറയുമ്പോൾ രോഹിത്ത് അവിടെ വടി പോലങ്ങ് നിൽക്കുവാണ്. ഇയാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് രാഘവേട്ടന്റെ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തിട്ട് അവൻ രാഘവേട്ടന്റെ കഴുത്തിന് വെച്ച് അങ്ങോട്ട് അമക്കുവാണ്. ശ്യാമ അത് കണ്ടോണ്ട് അലറിക്കറിയുവാണ്. അയ്യോ, ഒന്നും ചെയ്യല്ലേ, എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. പപ്പിമോളും അച്ചച്ച, എന്റെ അച്ചാച്ചൻ പാവുക, എന്റെ അച്ചച്ചനെ ഒന്നും ചെയ്യല്ലേ. ഇതൊക്കെ കണ്ടിട്ടും രോഹിത്തിന് ഒന്നും ചെയ്യാനാകാതെ രോഹിത്ത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഉപേന്ദ്രൻ രാഘവേട്ടന്റെ കഴുത്തിൽ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അമക്കിക്കൊണ്ട് പറയുന്നു, നിന്നെ ഒരിക്കൽ കൊന്നിട്ട് നാട് വിടാൻ വിചാരിച്ചവനാ ഞാൻ. ആ പക ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നോണ്ട് അത് ഇപ്പോഴും എനിക്ക് ചെയ്യാൻ മടിയില്ല എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ രാഘവേട്ടന്റെ കഴുത്തിലോട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അങ്ങ് അമക്കുവാണ്. പാവൻ രാഘവേട്ടനെന്ന് ഉറക്ക കരയാൻ പോലും മര്യാദ ഇന്ന് ഞെരങ്ങി മൂളി കരയുവാണ്. ശ്യാമ വീണ്ടും രോഹിത്തിനോട് പറയുക, രോഹിത്തെ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒന്ന് പിടിച്ചു മാറ്റ് എന്ന് പറയുമ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല. ശ്യാമ പെട്ടെന്ന് രോഹിത്തിനെ തള്ളിയിട്ട് വന്ന് ഉപേന്ദ്രനെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ ഉപേന്ദ്രൻ ശ്യാമയെ പിടിച്ചൊരൊറ്റ തെള്ള്. ശ്യാമ അവിടെ തെറിച്ച് വീഴുന്നുണ്ട്. പപ്പിമോള് പേടിച്ചിട്ട് അമ്മയെന്നും പറഞ്ഞ് ഓടിപ്പോയി ശ്യാമയെ കെട്ടിപ്പിടിക്കുക. ഉപേന്ദ്രനാണെങ്കിൽ അവന്റെ കലി മുഴുക്കെ രാഘവേട്ടന്റെ ദേഹത്ത് തീർക്കുവാണ്. നിനക്കൊരടി തരണോന്ന് ഞാൻ അന്നേ കരുതിയതാ, അതിപ്പോ ഞാൻ തരുവാടാ എന്നിങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഉപേന്ദ്രനൊരു ചവിട്ട് കിട്ടി തെറിച്ച് വീഴുവാണ്. നമ്മുടെ വിഷ്ണുവാണ് അവിടെ എത്തിയിരിക്കുന്നത്. വിഷ്ണുവിന്റെ ചവിട്ട് കൊണ്ടാണ് ഉപേന്ദ്രൻ തെറിച്ച് വീഴുന്നത്. സംഹാരമൂർത്തിയായ വിഷ്ണുവാണ് അവിടെ നിൽക്കുന്നത്. കണ്ണ് തുറിച്ച് ദേഷിച്ച്, നീ എന്റെ അച്ഛനെ തൊടുന്നോടാ. അപ്പോഴേക്കും ശാലിനിയും കാറിലും ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിനെയും ശാലിനിയൊക്കെ കണ്ട് രോഹിത്തിന് പേടി തുടങ്ങിയിട്ടുണ്ട്. അടുത്തടി രോഹിത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അത് കിട്ടിയിരിക്കുമെന്ന് രോഹിത്തിന് നല്ലതുപോലെ അറിയാം. ശ്യാമയും ശാലിനിയും പപ്പിമോളും ചേർന്ന് രാഘവേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. വിഷ്ണു രാഘവേട്ടനെ ഒന്ന് നോക്കിയിട്ട് രോഹിത്തിനോട് പറയുക, എന്റെ അച്ഛനെ തല്ലുന്നത് കണ്ടോണ്ട് നോക്കി നിന്നോടാ പന്നെ എന്നും പറഞ്ഞ് അവന്റെ കർണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ് കിടക്കുന്ന ഉപേന്ദ്രനെ ഡാന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ ഉപേന്ദ്രൻ വിഷ്ണുവിന്റെ നെഞ്ചത്തൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് അടിയുടെ പൂരം. വിഷ്ണു എടുത്തിട്ട് അലക്കുവാണ് ഉപേന്ദ്രനെ. ഇടി കൊണ്ട് ഉപേന്ദ്രന്റെ അടിനാവി കലങ്ങിപ്പോയി. ഉപേന്ദ്രൻ ഇങ്ങനെ കണ്ണും മിഴിച്ച് മിണ്ടാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഉപേന്ദ്രന് കിട്ടിയ അടിയൊക്കെ കണ്ട് രോഹിത്ത് ഇങ്ങനെ ഭയന്ന് വിറച്ചവിടെ നിൽക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ കലി അടങ്ങുന്നില്ല. വീണ്ടും ഉപേന്ദ്രന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കുവാണ്. എന്നിട്ട് പറയുന്നു, എടാ, നീ എന്റെ അച്ഛനെ കൊല്ലാനുള്ള പകയും കൊണ്ട് നടന്നപ്പോൾ നീ ഒന്ന് ഓർത്തില്ല ആ അച്ഛൻ ഇങ്ങനൊരു മകനുണ്ടെന്ന്, ഇല്ലേടാ? അതോ നിന്റെ കഷ്ടകാലം കൊണ്ടേ ബോധപൂർവം നിന്നെ അത് മറപ്പിച്ചതാണോടാ? ഉപേന്ദ്ര, എന്റെ അച്ഛന്റെ നേരെ ഓങ്ങിയ ഈ കൈയുണ്ടല്ലോ, അത് എനിക്ക് ഇവിടെ വെച്ച് വെട്ടിയിട്ട് പോകാനുള്ള കഴിവുണ്ടെന്ന് നിനക്കറിയാലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് അനുസരണയോടെ നീ എന്റെ അച്ഛനോട് മാപ്പ് പറയടാ. ഇപ്പൊ നീ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും എല്ലാം ആ കാലെ പിടിച്ച് മാപ്പ് പറയടാ പന്ന നാറി എന്നും പറഞ്ഞ് ഉപേന്ദ്രനെ തള്ളി രാഘവേട്ടന്റെ കാൽ കീഴിൽ കൊണ്ടിടുവാണ്. രാഘവേട്ടന്റെ കാൽ കീഴിൽ വന്ന് കിടക്കുന്ന ഉപേന്ദ്രനെ രാഘവേട്ടന്റെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് തന്നെ വിഷ്ണു അടിച്ച് കൊല്ലാനൊരുങ്ങുന്നുണ്ട്. പറയടാ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്റെ കഥ ഞാൻ തീർക്കും. കരഞ്ഞോണ്ട് ഉപേന്ദ്രൻ പറയുക, വിഷ്ണു ഇനി എന്നെ തല്ലരുത്, ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഉപേന്ദ്രൻ രാഘവേട്ടന്റെ കാലെ പിടിച്ച് മാപ്പ് പറയുവാണ്. ചേട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് മാപ്പ്, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല ചേട്ടാ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ കാലെ പിടിച്ച് കരയുവാണ്. പപ്പിമോൾ ഓടി വന്ന് വിഷ്ണു വച്ചാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ രോഹിത്ത് ഓടി വന്ന് പപ്പിയെ പിടിച്ച് മാറ്റുവാണ്. രോഹിത്ത് പപ്പിമോളോട് പറയുക, നിനക്കിപ്പോൾ ഒരച്ഛനേ ഉള്ളു, അവകാശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പലതും പലരോടും അറിയിക്കേണ്ടി വരും. അത് കേട്ട് ശ്യാമയും വിഷ്ണുവും ശാലിനിയും അങ്ങ് സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. പപ്പിമോള് വീണ്ടും വിഷ്ണു വച്ചാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പോകാനൊരുങ്ങുമ്പോൾ രോഹിത്ത് കുഞ്ഞിന്റെ കയ്യെ പിടിച്ച് വലിക്കുവാണ്. അത് കണ്ടിട്ട് ശാലിനിക്ക് സഹിക്കുന്നില്ല. ശാലിനി വന്നിട്ട് രോഹിത്തിനോട് പറയുക, ഒരിക്കലും നിങ്ങളെ ആരെയും ചതിക്കണമെന്ന് കരുതിയല്ല അങ്ങനെ അന്ന് ഞാൻ ചെയ്തത്.
അപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്യാമയുടെ ജീവിതം തകരാതിരിക്കാൻ, സത്യാമ്മയുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടാൻ. ശാലിനി അങ്ങനെ പറഞ്ഞിട്ടും രോഹിത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അവനങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ്. വിഷ്ണുവേട്ടാ, ഇനിയെങ്കിലും ഇവൻ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. എന്നിട്ട് ശാലിനി ദേഷ്യവും സങ്കടവും കൊണ്ട് ശ്യാമയോട് പറയുക, ശ്യാമേ, പപ്പിമോളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വളർത്താനാ, അല്ലാതെ അവളെ തളർത്താനല്ല. അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകണം കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ കരയുവാണ്. വാ വിഷ്ണുവേട്ടാ, നമുക്ക് അച്ഛനെയും കൊണ്ട് പോകാം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു വീണ്ടും ഉപേന്ദ്രൻ ഒരൊറ്റടിയും കൂടെ കൊടുത്തിട്ട്, ഇനി എപ്പോഴെങ്കിലും നീ എൻ്റെ അച്ഛൻ്റെ നേരെ കൈ ഓങ്ങണമെന്ന് വിചാരിച്ചാൽ നിന്റെ ചാവടി യന്ത്രം ഉണ്ടല്ലോ, അതിന് തന്ത്രിയെ കൊണ്ട് ചീട്ട് കുറിപ്പിക്കാൻ പറഞ്ഞേക്ക് നിന്റെ വീട്ടുകാരോടൊക്കെ, കേട്ടോടാ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് അവർ രാഘവേട്ടനെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. വിഷ്ണുവും ശാലിനിയും പോകുന്ന കണ്ട് പപ്പിമോളിങ്ങനെ ഏങ്ങി കരയുവാണ്. അത് കണ്ടിട്ട് ശാലിനിയുടെയും വിഷ്ണുവിന്റെ ഇടനെഞ്ച് തകരുവാണ്. വിഷ്ണുവിന്റെ അടിയും തൊഴിയും ചവിട്ടും എല്ലാം കൊണ്ട് ചുമച്ച് കുറച്ചോണ്ട് ഉപേന്ദ്രൻ പറയുക, ഇപ്പൊ നീ എന്നെ നിർബന്ധമായി പറയിപ്പിച്ച ഈ മാപ്പുണ്ടല്ലോ, അതിന് ഞാനൊരു വിലയിടും വിഷ്ണു. അത് താങ്ങാൻ നീ നിന്റെ അച്ഛനും റെഡിയായിക്കോ. ഈ പുന്നാര അനിയന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അയാൾക്കുള്ള കൊലച്ചോറും പിന്നെ ഞാൻ വെക്കുന്ന ബലിച്ചോറും. ശാരദാമ്മയുടെ വീട്ടിലോട്ട് നൂർജഹാനും അനൂപും കൂടെ ബൈക്കിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുവാണ്. അനൂപിനെ കണ്ടതും ശാരദാമ്മയ്ക്ക് വലിയ സന്തോഷമായി. അനൂപിന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാണ് ശാരദാമ്മയ്ക്കൊട്ട് മനസ്സിലാകുന്നതുമില്ല. ശാരദാമ്മ അനൂപിനെ അങ്ങ് കണ്ണുവെട്ടാതെ നോക്കി നിൽക്കുവാണ്. അവന്റെ കൊച്ചിലത്തെ രൂപവും അവന്റെ വർത്തമാനവും എല്ലാം ശാരദാമ്മയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിയെത്തുവാണ്. അനൂപ് വന്നിട്ട് ശാരദാമ്മയുടെ തോളിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു, എന്താ ശാരദാമ്മ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നത്? ഞാൻ അനൂപ. അതെന്താ മോനെ, എനിക്ക് നിന്നെ മനസ്സിലാകത്തില്ലയോ? നീ എത്രയൊക്കെ പൊക്കം വെച്ചാലും എൻ്റെ കൺമുന്നിൽ നീ എപ്പോഴും എനിക്ക് കുഞ്ഞു തന്നെയാ. അനൂപിനോടൊപ്പം ചിരിച്ചോണ്ട് നിൽക്കുന്ന നൂർജഹാനെ കണ്ടിട്ട് ശാരദാമ്മ ചോദിക്കുക, അല്ല നിന്റെ കൂടെ വന്ന ഇത് ആരാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമായിരുന്നു. എന്നാലേ എൻ്റെ ശാരദാമ്മ അധികം ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഇതെൻ്റെ ഫ്രണ്ടാണ് നൂർജഹാൻ. നൂർജഹാനോട് അനൂപ് പറയുക, എന്നെ കുഞ്ഞിലേ മുതൽ ഒരുപാട് സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്ത് വളർത്തിയ എൻ്റെ വളർത്തമ്മയാണിത് ശാരദാമ്മ. ബാക്കി കഥകളൊക്കെ നൂറ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അപ്പൊ നൂർജഹാൻ പറയോ, അപ്പോൾ ഇതാണ് കുടുംബശ്രീ ശാരദാമ്മ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെക്കുറിച്ച് മോളെങ്ങനെ അറിഞ്ഞത്? അതെ, വിഷ്ണുവേട്ടനും ഫാമിലിയൊക്കെ ഞങ്ങളുടെ വീട്ടിലാ വാടകയ്ക്ക് താമസിക്കുന്നത്. പഴയ തറവാട്. ഈ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ശാരദാമ്മ. ഞാനിതിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ, ഞാനിതിനകമൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ നൂർജഹാൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു, അതിനെന്താ മോളെ എവിടെ വേണമെങ്കിലും കയറി കാണുകയോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്തോ. ശാരദാമ്മ, ഞാൻ കുഞ്ഞേച്ചിയെ കണ്ടിരുന്നു. അവൾ എന്നോട് പറഞ്ഞിരുന്നു മോനെ. ഞാൻ അപ്പം തന്നെ അവളോട് ചോദിക്കുകയും ചെയ്ത് എന്താ മോനെയും കൂടെ വിളിച്ചോണ്ട് വരാഞ്ഞതെന്ന്. നീ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയാതെ വാ മോനെ, അകത്തോട്ട് കയറ്, ശാരദാമ്മ ചായ എടുക്കട്ടെ എന്നും പറഞ്ഞ് പോകുമ്പോൾ അനൂപ് പറയുക, ശാരദാമ്മ അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ മോനെ, ചായ കുടിച്ചിട്ട് പോരെ? അല്ല ശാരദാമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ശാരദാമ്മയോടൊരു കാര്യം പറയാൻ തന്നെ. നീ വന്നിരിക്കുന്നത് എന്തോ ഒരു കോളും കൊണ്ടാണെന്ന് എനിക്കും തോന്നി. പറ മോനെ. എൻ്റെ ഈ വരവ് തന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ടാ. എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ അവളെ. പക്ഷെ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛനാണെങ്കിൽ അവിടെ വരാറില്ല, ഇവിടെയും വരാറില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആരോട് ചെന്ന് പറയും? അനൂപ് ശാരദാമ്മയുടെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയുക, എന്നെ സഹായിക്കണം, സ്വന്തമെന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല. അയ്യോ മോനെ, ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ നിന്റെ അമ്മ രാജേശ്വരി ഒട്ട് സമ്മതിക്കത്തതുമില്ല. മോൻ അറിയാവുന്നതല്ലേ മോന്റെ അമ്മ രാജേശ്വരി ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ള പുകിലുകളൊക്കെ. പണ്ട് രാജേശ്വരി ഗുണ്ടകളെയും കൊണ്ടുവന്ന് ശാരദാമ്മയെ മക്കളെ അവിടെ നടിച്ചിറക്കാൻ ഒരുങ്ങിയതൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ ഓർമ്മ വരുവാണ്. നിന്റെ അച്ഛനെ ഇവിടുന്ന് വലിച്ചിറക്കി വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ജീവിതം തകർത്തുകൊണ്ടാ രാജേശ്വരി കടന്നു വന്നത്. പക്ഷെ പറയുന്നതോ ഞാനാണ് അവളുടെ ജീവിതം തകർത്തതെന്ന്. ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാ മോനെ ഞാനും എൻ്റെ മക്കളും കടന്നു പോകുന്നു. അപ്പോൾ ഇതും കൂടിയാകുമ്പോൾ എനിക്ക് അറിയില്ല മോനെ. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല ശാരദാമ്മ. ശാരദാമ്മ എന്നെ സഹായിച്ചേ പറ്റൂ.
സഹായം ചോദിച്ചു ചെല്ലാൻ എനിക്ക് മറ്റൊരിടവില്ല ശാരദാമ്മേ. നൂർജഹാൻ വീടൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്ന് പറയുന്നത്, അനൂപേ ഇനി താമസിച്ചാലേ ബാപ്പിച്ചി അന്വേഷിക്കും, നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, അത് പറ്റില്ല, നിങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടേ പോകാൻ പറ്റൂ എന്നും പറഞ്ഞ് ശാരദാമ്മ അവർക്ക് ചായ എടുത്തു കൊടുക്കാൻ പോവാണ്. ശാരദാമ്മ അവിടെ ഒന്ന് സ്വയം പറയുക, ഈശ്വര ഇത് കുഴപ്പമാണ്, ഇത് വലിയ കുഴപ്പത്തിൽ ചെന്നേ നിൽക്കത്തുള്ളൂ, ദേവി കാത്തോണേ എന്നൊക്കെ ശാരദാമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. സത്യമ്മ രാഘവേട്ടനെ ഇപ്പൊ വിഷ്ണു കൊണ്ടുവരുമല്ലോ എന്നും പറഞ്ഞ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴങ്ങോട്ട് ശാലിനിയുടെ കാറ് വരുന്നുണ്ട്. ശാലിനി ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന സത്യമ്മ കാണുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും ചേർന്ന് രാഘവേട്ടനെ അങ്ങനെ പതുക്കെ വിളിച്ചു കൊണ്ടുവരുവാണ്. വിഷ്ണുവിനോടൊപ്പം ശാലിനിയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ശാരദാമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ മുഖമൊക്കെ ഇങ്ങനെ കടന്തല കുത്തിയതുപോലെ വെച്ചോണ്ടിരിക്കുവാണ്. ശാലിനിയോടുള്ള ദേഷ്യം മുഴുക്ക സത്യമ്മ രാഘവേട്ടനോട് തീർക്കാൻ പോകുന്ന പോലാണ് ചോദ്യങ്ങൾ. എന്തുവാ രാഘവേട്ട, നിങ്ങൾക്കിവിടെ എന്തിന്റെ കുഴപ്പമുണ്ടായിട്ടാണ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? സമയാസമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് കുടിക്കാനുള്ള ചായ ഞാൻ ഉണ്ടാക്കി ഇവിടെ വെക്കുന്നില്ലേ? പിന്നെ ഇതാരെ കാണാനാ നിങ്ങൾ ഈ പോക്ക് പോകുന്നത്? പാവം ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ പോലെ രാഘവേട്ടൻ ഇങ്ങനെ സത്യഭാമ പറയുന്നതൊക്കെ നോക്കി മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുള്ള നടപ്പാണോ? ദേണ്ട, ഇത് നിങ്ങളുടെ അഹങ്കാരമാ. നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്തിനുണ്ടല്ലോ, ഇതിന്റെ പുറകിനൊക്കെ പോകാൻ ആളുണ്ടെന്നുള്ള അഹങ്കാരം. സത്യഭാമയുടെ ഈ അഹങ്കാര വാക്കുകളൊക്കെ കേട്ടിട്ട് ശാലിനിക്കും വിഷ്ണുവിനും സഹിക്കുന്നില്ല. ശാലിനി പറയുക, സത്യാമ്മേ അച്ഛന് സുഖമില്ലാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതിനിങ്ങനെ വഴക്ക് പറയുവാണോ ചെയ്യേണ്ടത്? എന്നെ തല്ലണ്ട മാമ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന പോലെ ഒരിക്കലും നന്നാകാത്ത സത്യാമ്മ പറയുക, നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ? നീ കളക്ടറാണെങ്കിലേ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി, എൻ്റെ അടുത്തെടുത്തോണ്ട് വന്നേക്കരുത്. അത് കേട്ടിട്ട് വിഷ്ണു പറയാ, അമ്മേ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കും, അച്ഛൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതല്ലേ, അല്ലാതെ അച്ഛൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എടാ വിഷ്ണു, നിന്റെ അച്ഛനെ ഓർമ്മക്കുറവ് കൊണ്ട് പോയതാണോ അതോ ഇനി മൂത്ത മരുമോളെ കാണാൻ വേണ്ടി പോയതാണെന്നൊക്കെ ആർക്കറിയാം? ഇവളല്ലേ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആകാനേ സാധ്യതയുള്ളു. വിഷ്ണുവിനും വരുന്നുണ്ട് ദേഷ്യം. അമ്മേ ദാണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു പോയേക്കരുത്. ശ്യാമ വിളിച്ചു പറഞ്ഞതനുസരിച്ചാ ശാലിനി അങ്ങോട്ട് വന്നത്. ഈ അച്ഛനെ ഒരു ഓർമ്മയില്ലാതെ അവിടെ അമ്മയും തിരക്കി നടക്കുമായിരുന്നു. എടാ വിഷ്ണു നിർത്തിക്കോ, ഇതൊക്കെ വല്ല പിള്ളാരോട് പോയി പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഈ സത്യഭാമ അത് വിശ്വസിക്കത്തില്ല. പിന്നെ എന്നെയും തിരക്കി അവിടെയൊക്കെ നടക്കുമായിരുന്നെന്ന് ശാലിനി പറയുക. വിഷ്ണുവേട്ട ഇനി ഒന്നും സത്യാമ്മയോട് പറയണ്ട, സത്യാമ്മയുടെ മനസ്സ് മുഴുക്ക എന്നോടുള്ള ദേഷ്യമാണ്, അതുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്. എടി നീ ഇപ്പൊ എന്റെ രാഘവേട്ടനെ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടല്ലോ, അത് വെറും തട്ടിപ്പാണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ അല്ലായിരുന്നെങ്കിലേ ആ ഫുഡ് കോമ്പറ്റീഷനിലെ നീയും നിന്റെ അമ്മയും കൂടെ എനിക്കെതിരായിട്ട് മത്സരിക്കാൻ വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ തകർന്നു കാണണം, അതല്ലേ നിന്റെ അമ്മയുടെ ഉദ്ദേശം? നീ നോക്കിക്കോ, ആ മത്സരത്തിൽ എങ്ങനെയായാലും എന്ത് വില കൊടുത്തായാലും ആ മത്സരത്തിൽ ഞങ്ങൾ 1ാം സ്ഥാനം മേടിച്ചിരിക്കും. എന്റെ വിവരദോഷി തള്ളേ സത്യഭാമേ, നീ ഈ വാശിയും വൈരാഗ്യവും കാണിച്ച് ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് ശാലിനി ഇതൊക്കെ ഒപ്പിച്ചതെന്ന് നീ എപ്പോൾ മനസ്സിലാക്കും? ഇനിയും ഇവിടെ നിന്ന് സത്യഭാമയുടെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ടെന്ന് കരുതി ശാലിനി രാഘവേട്ടനോട് യാത്ര ചോദിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ശാലിനി പോകുന്ന നോക്കി നിൽക്കുന്ന വിഷ്ണുവിനോട് സത്യാമ്മ ചോദിക്കുന്നു, എന്താടാ നീ പോന്നില്ലേ അവിടെ പുറകിന്? അവള് പോകുമ്പോ സാധാരണ നീയും പുറകിന് ഓടാറുള്ളതാണല്ലോ. എടാ നിന്നെപ്പോലും അവള് ചതിച്ചോണ്ടിരിക്കുക, അത് നീ എന്നാടാ മനസ്സിലാക്കുന്നത്? നീ ഒരിക്കലത് മനസ്സിലാക്കും എന്റെ കാലം കഴിയുമ്പോൾ. എന്റെ അമ്മേ, ശാലിനി വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് തന്നെ ശാലിനി തന്നെയല്ലയോ? അതാടാ ഞാൻ നിന്നോട് പറഞ്ഞത്, ഇതൊക്കെ ചെയ്യിക്കുന്നത് അവൾ ഒറ്റ ഒരുത്തിയാ. നായുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ലെന്ന് അത് മനസ്സിലാക്കിയിട്ട് ശാലിനി കണ്ണുനീരോടെ കാറിൽ കയറി അങ്ങ് പോവാണ്. എടാ വിഷ്ണു, നിനക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതേ അതിൽ ജയിച്ചു കിട്ടുന്ന പൈസയും കൊണ്ട് രാഘവേട്ടന്റെ അസുഖം സുഖപ്പെടുത്താൻ വേണ്ടിയാ. എന്നാലേ അത് തകർക്കാൻ വേണ്ടിയാ അവളുടെ അമ്മയും കൂടെ നോക്കുന്നത്. ഇല്ലെങ്കിലേ എനിക്കെതിരെ ഇവളുടെ അമ്മയും കൂടെ മത്സരിക്കാൻ വരുവോ? വിവരദോഷിയായ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്ണു പറയോ, അമ്മേ ഇതൊരു മത്സരമാണ്, അമ്മ പങ്കെടുക്കുന്ന പോലെ തന്നെ അവരും പങ്കെടുക്കുന്നു, അത്രമാത്രം ഇതിൽ കണ്ടാ മതി. നീ അങ്ങനെയേ പറയൂ, ഇതാടാ ഞാൻ പറഞ്ഞത്, നീ അവളുടെ അടിമയാന്ന്. എടാ വിഷ്ണു, ഞാൻ പറയുന്നതാടാ സത്യം. അവളീ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും തട്ടിപ്പാടാ. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഒന്നും നിനക്കില്ല.
കാരണവേ നീ ഇപ്പൊ അവള് പറയുന്നതും കേട്ട് ജീവിക്കുന്ന ഒരുത്തന്. ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി വിഷ്ണു അവിടെ മിണ്ടാതെ നിൽക്കുവാണ്. നൂർജഹാൻ അനൂപിനെയും കൂട്ടിയിട്ട് വലിയ സന്തോഷത്തിൽ ബാപ്പായുടെ അടുത്തോട്ട് വരുവാണ്. സുബൈറാകെ അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. തന്റെ മകൾ നൂർജഹാൻ വേറെ ഒരു പയ്യനുമായിട്ട് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു. അത് സുബൈറിന് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ബാപ്പിച്ചി, ഞാൻ ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാഞ്ഞത്? ആരെയാ ബാപ്പിച്ചി വിളിച്ചോണ്ടിരുന്നത്? ഞാൻ എൻട്രൻസ് പാസ്സായി ബാപ്പിച്ചി. ഒന്നും മിണ്ടാ നിൽക്കുന്ന സുബൈറെ നോക്കിയിട്ട് വീണ്ടും നൂർജഹാൻ പറയുക, ബാപ്പിച്ചിയുടെ മോൾ എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഫ്രണ്ട്സ്, സുബൈർ മോൾ എൻട്രൻസ് പാസ്സായതിൻ്റെ സന്തോഷം കാണിക്കുവോ അതോ അനൂപിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ പുറത്ത് ദേഷ്യം കാണിക്കുവോ എന്നുള്ളതിൻ്റെയൊക്കെ റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.